ജിതിനും സുജിത്തേട്ടനും ടോവിയൊക്കെ എന്നോട് കാണിച്ചിട്ടുള്ള വിശ്വാസം പടം ഈ അവസ്ഥയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ഒരുപാട് വട്ടം ഓർഡറും സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പടത്തിൻ്റെ ഇതിന്. പക്ഷേ നോർമലി അത്ര ആൾക്കാർ സമ്മതിക്കാറില്ല. പക്ഷെ രക്ഷപ്പെടുന്ന. Thank you, Shamir bro. A round of applause for the extremely talented Shamir Mohammed. Moving on to the music director, the one guy who just mesmerized with his music every time, Shri Dibu Nainan Thomas. For Nalla Kaidi, he deserves a huge round of applause for all the tracks, extremely wonderful tracks. 2018 ദിബുവിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു ഫോൾഡറിൽ ഒളിച്ചു കിടക്കുകയായിരുന്നു കിളിയെ എന്നുള്ള സോങ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് വൈറലാവുമെന്ന്. അതേപോലെ വൈറലായി. അതോടൊപ്പം എനിക്കൊരു പുതിയ ടോൺസും കാര്യങ്ങളുള്ളൊരു മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ കിട്ടി. അതിൻ്റെ സോങ്സും ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ഫിലിമിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. താങ്ക് യു ദിബു, താങ്ക് യു. നമ്മുടെ അടുത്ത പ്രോജക്റ്റുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. Dibu Nainan Thomas. I would like to call upon the DOP Jomonty John. I don't know whether Jomon is here or not. Okay, Jomon വേണ്ടിയിട്ട് രണ്ട് വാക്ക് എന്തായാലും. ഒരു പോയിന്റിൽ പോലും എനിക്ക് ജോമോൻ ചേട്ടനോട് ചേട്ടാ ഈ ഫ്രെയിം അല്ല വേറൊരു ഫ്രെയിം എന്നൊരിക്കലും പറയേണ്ടി വന്നിട്ടില്ല. അത് ജോമോൻ ചേട്ടൻ എന്നുള്ള ഒരു വിഷ്വൽ മാജീഷ്യൻ്റെ ക്വാളിറ്റിയാണ്. ജോമോൻ ചേട്ടൻ ട്രിവാൻഡ്രത്തൊരു ഫംഗ്ഷനിലാണ് അതുകൊണ്ട് എത്താത്തത്. ജോമോൻ ചേട്ടൻ്റെ ടീമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാം. താങ്ക് യു ജോമോൻ ചേട്ടാ. താങ്ക്സ് ഫോർ ബീങ് പാർട്ട് ഓഫ് ARM. And Jomon, you did a fabulous job in ARM. Wherever you are, just listen to this. And ടൊവിനോയുടെ കൂടെ എപ്പോഴും ടൊവിനോയ്ക്ക് കൂടെ ഉണ്ടാവുന്ന കുറച്ച് പേർക്ക് ഒരു മൊമെൻ്റ് ഉണ്ട്. ഗൂഗിൾ, ഫ്രാൻസിസ് ആൻഡ് കൊച്ചുമോൻ. അവർക്ക് ടൊവിയിൽ നിന്ന് തന്നെ കിട്ടണം. അതല്ലേ രസമല്ലേ? ഗൂഗിൾ, ഫ്രാൻസിസ്, കൊച്ചുമോൻ. അസ്കർ ഭായ് ഉണ്ടോ? അസ്കർ ഭായ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നേരം വൈകി. എനിവേ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്. കുറച്ച് ലേറ്റായി പോയി. പിന്നെ മൊമെൻറ്റോസൊക്കെ ഞങ്ങൾ കുറേ ദിവസങ്ങൾ ആയിട്ട് ഇതിന് ട്രൈ ചെയ്യുമായിരുന്നു ഓർഡറിൽ കൊടുക്കാനായിട്ട്. ചിലവർ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ടൊക്കെ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി. അപ്പം നിങ്ങൾ മൊമെൻറ്റോസ് ഒന്ന് കറക്റ്റ് പേരുള്ളതൊന്ന് മാറിയെടുക്കണം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അവാർഡ് കിട്ടാനായിട്ടുള്ളത് ടൊവിക്ക് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്തപ്പോൾ, അതായത് T50 എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെയ്തത്. അതായത് നമുക്കറിയാം, നമുക്ക് ഈ നല്ല വിശേഷം ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ പുതിയ ഡ്രസ്സ് ഇടും, അല്ലെങ്കിൽ നമ്മുടെ കല്യാണ ദിവസം നമ്മൾ നല്ല പുതിയ ഡ്രസ്സ് ഇടും എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ T50 ടൊവിനോ 50 എന്ന് പറയുന്ന സിനിമ ARM ആയിരുന്നു. അപ്പം ആ സിനിമ ഒരു വിശേഷപ്പെട്ട ദിവസം T50 എന്ന് പറയുന്ന ഇറങ്ങുന്ന ഒരു സിനിമ ഒരു സക്സസ് ആകുക എന്ന് പറയുന്നത് എല്ലാ നടന്മാർക്കും സാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ടൊവിനോയ്ക്ക് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാക്കാനായിട്ട് എനിക്കും ജിതിനും റൈറ്റർക്കും എല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും ഞങ്ങൾ വളരെയധികം സന്തോഷം പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്കൊപ്പം. ടൊവിനോയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്. ടൊവിനോയുടെ ഫാദറും ഉണ്ട്, ടിങ്സ്റ്റനും ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ തീർച്ചയായിട്ടും വരണം. ടൊവിയുടെ വൈഫും വരണം എന്ന് ഞാൻ അപേക്ഷിക്കണ്ടല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. ഒരു
നല്ല കൈയടി for the Tovino's dad. Sri K.T. Thomas sir and also Lydia Tovino Thomas sir. ടൊവിനോയുടെ ബ്രദറും ഉണ്ട് ഇവിടെ. Pixton kindly join. അതൊരു ഫാമിലി ടൈം കൂടിയാണ് ബിക്കോസ് നമ്മൾ അവരുടെ കുറേ ഫാമിലി ടൈം നമ്മൾ എടുത്തതാണ്. സോ ഇറ്റ്സ് എ ഗീവ് അവേ ഓർ ഗിവ് ബാക്ക് ടൈം. സോ അപ്പം കേളുവായിട്ടും മണിയനായിട്ടും അജയനായിട്ടും ഒക്കെ 3 ക്യാരക്ടറിൽ പകർന്നാട്ടം ചെയ്ത ടൊവിനോ ഏറ്റവും സമ്മതിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രത്തിൽ, ഒരു പുതുമുഖ തിരക്കഥാകൃത്ത് എഴുതുന്ന ചിത്രത്തിൽ, അത് ടൊവിനോയുടെ 50ാമത്തെ ചിത്രത്തിൽ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ 3 ക്യാരക്ടർ ചെയ്യാൻ ധൈര്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അത്രയും റിസ്ക് എടുത്തിട്ടുള്ള കുറേ സീക്വൻസസ് അതിനകത്തുണ്ട്. ഇപ്പം തന്നെ നേരത്തെ പറയുകയുണ്ടായി, ഇത്രയും ഡേയ്സ് ഓഫ് ഷൂട്ട് കുറയാൻ കാരണം ടൊവിനോയുടെ ആ ഒരു കോൺട്രിബ്യൂഷനാണ് സിനിമയിൽ നിന്നാണ്. ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. ഒരു ഗംഭീര കൈയടി ആ കേളുവിനും ആ മണിയനും ആ അജയനും. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ആയത് ലൈക്ക് ടൊവിനിൽ നിന്ന് കേൾക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി. ഈ സിനിമയെ പറ്റി ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഇനി ഈ സിനിമയെ പറ്റി, ഇതുണ്ടായ വഴിയെ പറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും. പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത്. ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും സുജിത്തേട്ടനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ്. എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല വിശ്വാസം എന്നിൽ. ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. ഇതിൽ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയ പ്രാധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ. അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു, ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങളും നന്നായി വരണം, സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം. അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഭാഗ്യമാണ്, അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ അതിന് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഈ സിനിമയിൽ ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം, ഈ സിനിമയുടെ വിജയം. അതിന് ഓരോരുത്തരോടും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സിനോടും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും, ഈ സിനിമയിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സീനുകളിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടീനടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരുന്നു. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ ഈ പറയുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള അത്രയും വലിയ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളതിനായിരുന്നു. അതിന് വിശ്വസിച്ച് കൂടെ നിന്നിട്ടുള്ള പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ആളുകളോട് പിണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം. പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പിണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഞാനത് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പിണങ്ങിയെന്ന് ഞാൻ തന്നെ മറന്നു.
അപ്പോൾ പിണക്കങ്ങളൊന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല, ടെമ്പററിയാണ്. പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങൾ അങ്ങനത്തെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതുമാണ്. അപ്പോൾ ഞാൻ ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടെ നിന്ന, ഈ സിനിമയുടെ ഭാഗമല്ലാഞ്ഞിട്ടും ഈ സിനിമയുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഭാഗമാകാൻ വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട്. പ്ലസ്സാറും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. തുടർന്നും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എൻ്റെ ഒരു സിനിമ ARM ആയിരിക്കും. അത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്കത് പലപ്പോഴും അറിയാനും പറ്റുന്നുണ്ട്. ചില സിനിമകൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ ഒക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാറുണ്ട്. ഈ സിനിമ 3 കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടോ അതോ സിനിമയ്ക്കൊരു മുത്തശ്ശി കഥയുടെ സ്വഭാവമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫാൻറ്റസിയും അങ്ങനെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലമെൻസും ഈ സിനിമയിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ റിലീസിന് ശേഷം. ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ഞങ്ങളെല്ലാവരും ചെയ്ത ഞങ്ങളുടെ വർക്കുകളെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. അതിനോടൊപ്പം ഒരു കുന്ന് സ്നേഹം തന്നതിന് അതിനേക്കാളും വലിയ നന്ദി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ഡെഫിനറ്റ്ലി നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല. എൻ്റെ പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്, സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഇതിനോടകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Just to conclude 2 words, നേരത്തെ ഇല്ലായിരുന്നു. തുളസിയേട്ടൻ മുമ്പേ സംസാരിച്ചപ്പോൾ എന്തോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതോടെ പറഞ്ഞിട്ടേ തുളസിയേട്ടൻ പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിട്ട് പോകും. പ്രഗത്ഭമായി ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുന്ന ലിസ്റ്റിനും പ്രത്യേകിച്ച് ഞാൻ ടോവിയെടുത്ത് പറയായിരുന്നു, 50ാമത്തെ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു, അതും 50ാമത്തെ സിനിമ എന്നുള്ളതല്ല, ഒരു പുതുമുഖ സംവിധായകനെ ഡേറ്റ് കൊടുക്കുകയും അതിത്ര വലിയ വിജയമാക്കി തീർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മുമ്പ് മമ്മൂക്കായെ മാത്രമേ ഓർക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ മുഖ്യമായ കാരണം ഞാൻ പറഞ്ഞു വന്നത്, പുതിയ സിനിമയോടുള്ള കണ്ടൻറ്റിനോടുള്ള പുതിയ നിർമ്മാതാക്കളോടും സംവിധായകരോടുമുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ വലിയ സമീപനം കൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ്. കാരണം ഇത്ര വലിയൊരു സിനിമ ഇങ്ങനെ ടീച്ചറെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കൺസീവ് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക്. കാരണം നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചെറിയ അവസ്ഥകളിൽ നിന്നാണ് ഒരു പുതിയ സംവിധാനം വന്നത്. അപ്പോൾ ഇതെല്ലാ ഭാഗ്യങ്ങളും ഒരുമിച്ച് ചേർന്നത് ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ജിതിൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകനുണ്ടായി. ടോവിനിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വലിയ, അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ എത്തുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ. ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ഞാൻ അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു മറ്റൊരു രീതിയിൽ ഒരു സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന ഒരാളോടാണ്. തീർച്ചയായിട്ടും ഈ പ്രേക്ഷകരാണ്, മലയാള സിനിമ പ്രേക്ഷകരാണ് പുതിയ ചിന്തകൾക്കും പുതിയ ഭാവത്തിലുള്ള സിനിമകളെയൊക്കെ മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഈ ആഘോഷം തന്നെ. ഇതിൽ പങ്കെടുത്ത എല്ലാ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും ഒക്കെയുള്ള സ്നേഹം, നന്ദി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.